മനപ്പായസത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം എന്താണ് മനപ്പായസം എന്ന് പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 20 ലോക്സഭാ മണ്ഡലത്തിലേക്കായി 269 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സരിച്ചത്. ഇതിൽ 20 പേർ മാത്രമേ ജയിക്കൂ. ഡൽഹിക്ക് വണ്ടി കയറുന്നവർ ഇവർ 20 പേർ മാത്രമാണെങ്കിലും MP ആകുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നവരുടെ മനോവിചാരമാണ് ഇന്ന് മനപ്പായസം പറയുന്നത്. ഇവർ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, മനപ്പായസം ഉണ്ണുന്ന മുന്നണി നേതാക്കളും അണികളും എല്ലാം ഈ മനപ്പായസത്തിലെ ചേരുവകളാണ്. അതുകൊണ്ട് ഇവരെയെല്ലാം കോർത്തിണക്കിയ മാതൃഭൂമി ന്യൂസ് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും മനപ്പായസം ഉണ്ടാക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ ആഗ്രഹങ്ങളും ആശങ്കകളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം മനപ്പായസത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ഒപ്പം ഓരോ മണ്ഡലത്തിലും പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കളുടെ മനപ്പായസവും നമുക്ക് കാണാം. ആദ്യം തലസ്ഥാനത്തെ മനപ്പായസമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് MP ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ തവണ വൻ വിജയമാണ് നേടിയത്. 99,998 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കന്നി വിജയം നേടിയ തരൂർ എങ്ങനെ വിജയിച്ചുവെന്നാണ് ആദ്യം മനപ്പായസം പരിശോധിക്കുന്നത്. ആഗോള പൗരന്റെ പ്രതിച്ഛായയുമായാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിച്ചത്. യുവജനങ്ങളുടെയും നിഷ്പക്ഷ വിഭാഗങ്ങളുടെയും പിന്തുണ തുടക്കം മുതൽ ഉറപ്പാക്കാൻ ഈ പ്രതിച്ഛായ തരൂരിന് മുതൽക്കൂട്ടായി. മലയാളം അറിയില്ല എന്ന കുറവാണ് അന്ന് എതിരാളികൾ ഉയർത്തിക്കാട്ടിയത്. എന്നാൽ പാർലമെന്റിലും കേന്ദ്ര സർക്കാരിന് മുന്നിലും കേരളത്തിനു വേണ്ടി വാദിക്കാൻ അറിയേണ്ട ഭാഷകൾ അറിയാവുന്നത് തനിക്കാണെന്ന വാദമുയർത്തി തരൂർ ഇതിനെ നേരിട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭരണനിർവഹണ പദവിയിലിരുന്ന് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ജന്മനാട്ടിൽ ലഭിച്ച അംഗീകാരമായി തെരഞ്ഞെടുപ്പ് ഫലം മാറി. $99,998 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിനാണ് തരൂർ വിജയം നേടിയത്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലത്തിലാണ് ഇത്രയും നല്ല വിജയം. 65.73% പോളിംഗ് എന്ന കണക്ക് UDFന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകളും തരൂർ തെറ്റിച്ചു. എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് നേടിയായിരുന്നു ജയം. 63.43% എന്ന ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ വട്ടിയൂർക്കാവിൽ 22,614 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി തരൂർ. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവുമെന്ന ഉറപ്പ് ശശി തരൂരിന്റെ കാര്യത്തിൽ വോട്ടർമാരുടെ മനസ്സിലുണ്ടായിരുന്നു. വിദ്യാഭ്യാസം, ലോകപരിചയം, മികവാർന്ന വ്യക്തിത്വം എന്നതെല്ലാം യുവജനങ്ങളെ തരൂരിലേക്ക് ആകർഷിച്ചു. ആദ്യഘട്ടത്തിൽ ശശി തരൂർ കൂടുതൽ പ്രചരണം നടത്തിയതും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. മുന്നോക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും ഒപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങളും തരൂർ അന്ന് നടത്തി. തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ജില്ലാ നേതൃത്വം തുടക്കത്തിൽ എതിർത്തെങ്കിലും K. കരുണാകരൻ ഉൾപ്പെടെയുള്ള വമ്പന്മാർ പിന്തുണ വ്യക്തമാക്കിയതോടെ തരൂർ എല്ലാ കടമ്പകളും സുഗമമായി കടന്നു. എല്ലാ അനുകൂല ഘടകങ്ങളും ചേർന്ന് നൽകിയ വിജയമായിരുന്നു 2009-ലേത്. കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്നതാണ് 68.69% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ശശി തരൂരിനെ അലട്ടുന്ന ചോദ്യം. വിജയം ആവർത്തിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും വോട്ടെടുപ്പ് ദിവസം പെയ്ത മഴ വില്ലനാകുമെന്നാണ് തരൂരിന്റെ ദുഃഖം. ഒപ്പം തന്റെ സ്വകാര്യ ദുഃഖം തനിക്കെതിരെ പ്രചാരണ ആയുധമാക്കിയതും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു. ജയിക്കുമോ എന്ന ചോദ്യത്തോട് ഡൽഹിയിൽ നിന്നും മനപ്പായസത്തോട് ശശി തരൂർ ഇങ്ങനെ പ്രതികരിക്കുന്നു. നല്ല പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് അടുത്ത അവസാനത്തെ 2-3 ആഴ്ച എല്ലാ ദിവസവും കൂടി വരുന്ന ആവേശമാണ് കണ്ടത്. ജനങ്ങളുടെ റിയാക്ഷനും അവരുടെ ഊർജ്ജയും അവരുടെ സ്നേഹവും കാണുമ്പോൾ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടിംഗ് ദിനത്തിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ ഇലക്ഷൻ ജയിച്ചു എന്ന്. ആ ദിവസം ആ ഒരേ മൂഡിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. 1-2 മണിക്കൂർ മഴ വന്ന കാരണം ചില വോട്ട് ഒരു പക്ഷേ പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ ആൾക്കാരാണ് കൂടുതൽ ഉച്ചയ്ക്ക് വൈകുന്നേരം വരാൻ ശ്രമിക്കുക. അവർക്കൊരു പ്രയാസം വന്നിട്ടുണ്ടാകും. പക്ഷേ ഒരു സംശയവുമില്ല, ഞങ്ങൾ ഈ ഇലക്ഷൻ ജയിച്ചു എന്ന്. ഇതാണ് ഞങ്ങൾ എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം, എല്ലാ സീനിയർ മാധ്യമക്കാരുടെ അഭിപ്രായം. ഈ തവണ ചില കാര്യങ്ങൾ വിഷമം ചെയ്യുന്ന ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു ഈ ഇലക്ഷനിൽ. ചില കാര്യങ്ങൾ നന്നായി നടക്കുകയും ചെയ്തു. എൻ്റെ സന്ദേശം സിമ്പിൾ സ്ട്രെയിറ്റുള്ളൊരു സന്ദേശമായിരുന്നു. ഞാൻ പറഞ്ഞു,
ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല, ആരുടെ എതിരും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറയുന്നില്ല, ജാതിയും മതവും കളിക്കുന്നില്ല. ഇതെല്ലാം അവർക്ക് വിട്ടുകൊടുത്തു. എൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി വികസനത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവർത്തനത്തിൻ്റെ പേരിലാണ് ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചത്. ആ സന്ദേശം എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേവരെ പിന്നെ അനാവശ്യമായിട്ട് ചില കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതോടെ അവർക്ക് കൂടുതലൊന്നും ഗുണം കിട്ടാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഒരു സങ്കടം കാര്യമാണ്, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു ദുഃഖം സംഭവിച്ച ശേഷം ആ ദുഃഖം പങ്കെടുക്കാൻ മര്യാദയില്ലാത്തവർ എൻ്റെ ദുഃഖത്തിന് എൻ്റെ എതിരുപയോഗിക്കാൻ ശ്രമിച്ചത് അത് വലിയൊരു മോശമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എതിരാണ്. അതിൽ ഒരു പേഴ്സണൽ അറ്റാക്സ് ചെയ്യാൻ പാടില്ല, ഈ വ്യക്തിപരമുള്ള ആക്ഷേപങ്ങൾ പറയാൻ പാടില്ല എന്നാണ് കോഡ് ഓഫ് കോണ്ടക്റ്റിലത്തെ ആദ്യത്തെ ഒരു നിർബന്ധം, ഒരു നിയമം. പക്ഷേ അതിനെ അവർ വയലേറ്റ് ചെയ്തു. ശശി തരൂരിന്റെ മനപ്പായസം ഇങ്ങനെയാണെങ്കിൽ ഇനി ഇടത് സ്ഥാനാർത്ഥിയിലേക്കാണ്. ഡോക്ടർ ബെനറ്റ് എബ്രഹാം 2 കേന്ദ്രമന്ത്രിമാർക്കെതിരെ LDF കണ്ടെത്തിയ സാധാരണക്കാരൻ. താൻ സാധാരണക്കാരനാണെന്നും വിജയം സുനിശ്ചിതമാണെന്നും ബെനറ്റ് പറയുന്നു. പേയ്മെന്റ് സീറ്റാണ് തനിക്കെന്ന് പറഞ്ഞവരോട് ദൈവം പോലും പൊറുക്കില്ലെന്നാണ് ബെന്നറ്റിന്റെ പ്രതികരണം. ശുഭപ്രതീക്ഷയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങൾ കറക്റ്റായിട്ടുള്ള വിധി എഴുതി കഴിഞ്ഞു. അത് വിധി പെട്ടിക്കകത്തായി. 16-ാം തീയതി റിസൾട്ട് വരും. ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിനി ഓരോ മണ്ഡലത്തിലും എത്ര കിട്ടും എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഇവാലുവേഷൻ നടത്താൻ പോയില്ല. പക്ഷേ ജനങ്ങളുടെ മൊത്തത്തിൽ തിരുവനന്തപുരത്തിൻ്റെ 7 മണ്ഡലങ്ങളിലും വളരെ ആവേശകരമായ സ്വീകരണവും ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ഉള്ള ഒരു വെമ്പൽ കൊള്ളുന്ന ഒരു സീനാണ് കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും അവർ മാറ്റി. കാരണം കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ചൊന്നും ഈ മണ്ഡലത്തിലൊന്നും നടന്നിട്ടില്ല. എല്ലാം പേപ്പറിൽ മാത്രമായിരുന്നു. അടിയൊഴുക്കുകൾ എൻ്റെ ചിന്തയ്ക്കും അല്ലെങ്കിൽ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനും അതീതമായിട്ടുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. നല്ല വിജയമായിരിക്കും. ഞാൻ ഏതായാലും അടിയൊഴുക്കിന് വരത്തക്ക രീതിയിലുള്ള ഒന്നിനും ഞാൻ പെരുമാറ്റച്ചട്ടം മാറി ഒരു പ്രവർത്തനത്തിന് ഞാൻ പോയിട്ടില്ല. വളരെ ട്രാൻസ്പെറൻ്റായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിബന്ധനകൾക്കുള്ളിൽ നിന്നും കൊണ്ട് തന്നെയായിരുന്നു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. 2 വ്യക്തികൾ കേന്ദ്രമന്ത്രിമാരായിരുന്നു. മിസ്റ്റർ ഒ രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രി, മിസ്റ്റർ ശശി തരൂർ നിലവിലുള്ള കേന്ദ്രമന്ത്രി. ഞാൻ സാധാരണക്കാരൻ. എൻ്റെ വാക്കുകൾ വെറും വാക്കുകളായിരിക്കില്ല, പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതായിരുന്നു എൻ്റെ ബലം. നാട്ടുകാരൻ, ഈ നാട്ടിൽ തന്നെ ജനിച്ച് നാട്ടിൽ വളർന്ന് നാട്ടിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി. ഞാൻ കണക്കാക്കുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. അവരിത് വളരെ ബുദ്ധിപൂർവ്വം വിലയിരുത്തിയിട്ട് അവർ വോട്ട് ചെയ്തു. അത് വളരെ 100% കറക്റ്റായിട്ടുള്ള വിധി തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ക്ഷമയോടില്ല. പിള്ളേർ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നത് പോലെ 45 ദിവസം കാത്തിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി ഇടതിനും വലതിനും ഒരുപോലെ ഭീഷണിയായ ഒ രാജഗോപാൽ എന്ന BJP സ്ഥാനാർത്ഥിയിലേക്കാണ്. അദ്ദേഹത്തിന്റെ മനപ്പായസത്തിലേക്ക് പോകുന്നു. വർഷങ്ങളായി ചുണ്ടിനും കപ്പിനുമിടയിൽ വിജയം നഷ്ടമാകുന്ന ഒ രാജഗോപാൽ എന്ന രാജേട്ടൻ പാലക്കാട് നിന്നാണ് മനപ്പായസത്തോട് പ്രതികരിക്കുന്നത്. താമര വിരിയാനാണെങ്കിൽ ഇപ്പോൾ വിരിയണമെന്നാണ് രാജേട്ടന്റെ പ്രതികരണം. BJPയുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ജയിക്കുന്നുള്ളത് തന്നെയാണ്. അത് ഓരോരോ ദിവസം കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ അത് കൂടുതൽ കൺഫേംഡായിട്ട് വരികയാണ്. കാരണം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വോട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങളും ഉദാഹരണങ്ങളും കിട്ടുന്നുണ്ട്. അതല്ലാതെ കണ്ട് തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവുന്നുള്ളതാണ്. ഈ പ്രാവശ്യം ഇങ്ങനെ നോക്കുന്ന അവസരത്തിൽ ഒരു നല്ല
ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷയുള്ളത്. ആർക്കും നെഗറ്റീവായിട്ട് യാതൊന്നും പറയാനില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള മറ്റ് പല മണ്ഡലങ്ങളിലും ഓരോരോ കാരണങ്ങൾ പറയാനുണ്ടാവും കാൻഡിഡേറ്റിനെ പറ്റിയിട്ട്. അങ്ങനെയുള്ള യാതൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യം. ഇനി ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാന ഘടകം എൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ വോട്ടർമാരുടെ ഒരു വളരെ ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. സോഷ്യൽ മീഡിയ അതിനായി ബന്ധപ്പെട്ട് അതിൽ വർക്ക് ചെയ്ത് താല്പര്യമുള്ളതായിട്ടുള്ള ആൾക്കാരിൽ ബി.ജെ.പിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കാണ്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന് വന്നതുകൊണ്ടാണ് ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ളത്. മനപ്പായസത്തിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ നേതാക്കളുടെ മനപ്പായസം കാണാം. ഇടവേളയ്ക്ക് ശേഷം മനപ്പായസം തുടരുന്നു. പ്രചാരണ രീതിയിലെ തന്ത്രം ഇത്തവണ താമര വിരിയിക്കുമെന്നാണ് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് സുരേഷ് പറയുന്നത്. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളുമായി താരതമ്യപ്പെടുത്തിയാൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് മേൽക്കൈയുണ്ടെന്നാണ് സുരേഷിന്റെ പ്രതികരണം. തിരുവനന്തപുരത്തെ സകല ജനവിഭാഗങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സംഘടനാ പ്രവർത്തനം അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുപ്രകാരം ഞങ്ങളുടെ പ്രയോറിറ്റി 1060 ബൂത്തുള്ള തിരുവനന്തപുരം പാർലമെൻറ്റിൽ 1060 ബൂത്തിലും ബി.ജെ.പിയുടെ റീച്ച് ബി.ജെ.പിക്ക് എത്താൻ സാധിക്കുക എന്നുള്ള രീതിയിലായി. അതിൽ ഞങ്ങൾ വളരെ വലിയ മുന്നേറ്റം നടത്തി. രണ്ടാമത്, സാധാരണ നിലയിൽ ബി.ജെ.പിയുടെ പ്രവർത്തനം തുടക്കത്തിൽ വലിയ പ്രചരണ ഘോഷങ്ങളൊക്കെ നടത്തി വലിയ ബഹളങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തുടങ്ങുന്നത് തന്നെ ആ രീതിയിലായിരിക്കും. ഇവിടെ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനം എടുത്തു. ഒന്ന്, ബി.ജെ.പിക്ക് ഒ രാജഗോപാലിന് അനുകൂലമായിട്ടുള്ള വലിയൊരു ഘടകം അവിടെ ഉണ്ട്. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള നവ വോട്ടർമാരുടെ ഒരു ഘടകം, യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വലിയ അനുകൂല ഘടകമുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ഉത്കണ്ഠയുണ്ട്. പിന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒ രാജഗോപാലിനോടൊപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ജനങ്ങൾക്ക് കുറേ റിസർവേഷൻസ് ഉണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളുടെ പേഴ്സണൽ ട്രാക്ക് റെക്കോർഡ് അത് സ്വാഭാവികമായിട്ട് ഈ നാട് പരിശോധിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ അന്തസ്സായിട്ട് ഒ രാജഗോപാലിനെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. മറ്റ് 2 സ്ഥാനാർത്ഥികളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഒ രാജഗോപാൽ അവിടെ ഉയർന്നു വരും. അപ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ അത് പരിശോധിക്കുന്ന ഒരു രീതിയിലുള്ള പ്രചരണം എത്തിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. മനപ്പായസത്തിൽ ഒരു ഇടവേള കൂടി. അവകാശവാദങ്ങളുമായി സ്ഥാനാർത്ഥികളും നേതാക്കളും മനപ്പായസം ഉണ്ണുമ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ മണ്ഡല വിശകലനം നടത്തി മനപ്പായസം ഉണ്ണുന്നവർക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ് തിരുവനന്തപുരത്തു നിന്നും ശാലിനി ദാസ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോഴും UDFന് ഏറെ മുൻതൂക്കവും പ്രതീക്ഷയും ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായതോടുകൂടി സ്ഥിതി പക്ഷേ ആകെ മാറി. പോലെ ഏകപക്ഷീയമായ മത്സരമല്ല ഇത്തവണ തിരുവനന്തപുരത്ത്. തുടക്കത്തിൽ UDFനുണ്ടായിരുന്ന മുൻതൂക്കം അവസാന ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ എല്ലാ അനിശ്ചിതത്വവും തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ തവണ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയ മുന്നേറ്റം ഇത്തവണയും ആവർത്തിക്കുമെന്ന് UDF കേന്ദ്രങ്ങൾ പോലും കരുതുന്നില്ല. നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലാണ് UDFന്റെ പ്രതീക്ഷ. വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും തരൂർ മുന്നിലെത്തിയേക്കും. കഴിഞ്ഞ തവണത്തെ ലീഡ് ഇത്തവണ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ സാമുദായിക ശക്തികളുടെ പിന്തുണ തങ്ങൾക്കുണ്ടാവുമെന്നും തങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ സാധാരണക്കാരനും എന്ന രീതിയിലാണ് LDF പ്രചരണത്തിന് ആക്കം കൂട്ടിയത്.
LDFിനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങളെല്ലാം പ്രതിരോധിക്കാൻ അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയും ചെയ്തു. പാറശാല, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിലാണ് LDFിന്റെ പ്രതീക്ഷ. ഇവിടങ്ങളിലാണ് വോട്ടിംഗ് ഏറ്റവും വർദ്ധിച്ചത്. അനുകൂലമായി സാമുദായിക ധ്രുവീകരണം പ്രതീക്ഷിക്കുന്ന മേഖലകളിലെ ഉയർന്ന ശതമാനം പോളിംഗ് ഇടത് പ്രതീക്ഷകളെ സജീവമാക്കുന്നു. അതേസമയം രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം സാമുദായിക വോട്ടുകൾ, പ്രത്യേകിച്ച് മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ ഉറപ്പുവരുത്തുന്നതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മുന്നോക്ക വോട്ടുകളുടെ ധ്രുവീകരണത്തിലാണ് BJPയുടെ പ്രതീക്ഷ. ഇതോടൊപ്പം രാജഗോപാൽ വ്യക്തിപരമായി നേടുന്ന വോട്ടുകൾ കൂടിയാവുമ്പോൾ പുതിയ ചരിത്രം പിറവിയെടുക്കുമെന്ന് BJP നേതൃത്വം പറയുന്നു. ഇരു മുന്നണികളിൽ നിന്നും BJPയിലേക്ക് വോട്ട് ചോർച്ച ഉണ്ടായി എന്നത് വ്യക്തമാണ്. അടിസ്ഥാന വോട്ടുകളിൽ എത്രമാത്രം ചോർച്ച ഉണ്ടായി എന്ന് വ്യക്തമല്ലാത്തതിനാൽ മുന്നണികൾക്ക് വിജയത്തെക്കുറിച്ച് ഉറപ്പിച്ചു പറയാനാകുന്നില്ല. 12,67,000 വോട്ടർമാരാണ് തിരുവനന്തപുരത്ത്. 8,80,000 പേർ വോട്ട് ചെയ്തു. ആം ആദ്മി, SDPI, ഇടത് ഐക്യമുന്നണി, BSP തുടങ്ങിയവർ 1,00,000-നടുത്ത് വോട്ട് നേടിയേക്കും. അങ്ങനെയെങ്കിൽ 2,70,000-നടുത്ത് വോട്ട് നേടാനാവുന്നവർക്ക് സ്ഥിതി ഭദ്രമാക്കാം. മുന്നണികൾക്ക് മണ്ഡലത്തിലുള്ള അടിസ്ഥാന രാഷ്ട്രീയ വോട്ട് 2,00,000-ലധികമെന്നാണ് കണക്ക്. BJPയുടേത് 1,00,000-നടുത്തും. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് തിരുവനന്തപുരത്ത് ആര് ജയിച്ചാലും അത് നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും എന്നാണ്. ആര് ജയിക്കുന്നു എന്നതുപോലെ ആരാണ് മൂന്നാമതെത്തുക എന്നതും കൗതുകകരമായിരിക്കും. 3 സ്ഥാനാർത്ഥികളും തമ്മിൽ ആര് ജയിക്കുകയാണെങ്കിലും വളരെ ചെറിയ മാർജിനിൽ, വളരെ ചെറിയ 20,000-ൻ്റെയോ 10,000-ൻ്റെയോ മാർജിനിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യം മാത്രമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉള്ളത്. പോളിംഗ് ശതമാനം കൂടുമ്പോഴും രാവിലെ നടന്നതുപോലെയുള്ള സജീവമായ ഒരു ഒഴുക്ക്, വോട്ടർമാരുടെ ഒഴുക്ക് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടില്ല. ഇത് ആർക്ക് അനുകൂലമാണ്, പ്രതികൂലമാണ് എന്നുള്ളതും ഇതുവരെ ഒരു വ്യക്തമായ ഉത്തരത്തിലെത്താൻ ഒരു മുന്നണികൾക്കും കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മണ്ഡലം നിൽക്കുന്നത്. തിരുവനന്തപുരം അങ്ങനെ പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ മനപ്പായസം ഉണ്ണാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവകാശമുണ്ട്. നാളെ മറ്റൊരു ലോക്സഭാ മണ്ഡലവുമായി കാണാം. നന്ദി, നമസ്കാരം.